ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി നമ്മുടെ ചെമ്പനീർപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ രേവതിയുടെ അനിയൻ ശരത്ത് ഇപ്പോൾ കൂടിയിരിക്കുന്ന കമ്പനി അത്ര നല്ലതല്ല അല്ലേ. ഒരു പലിശക്കാരനായിട്ടാണ് കമ്പനി. പിന്നീട് ഈ ഒരു ബന്ധം മൂലം ശരത്തിന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ശരത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ നല്ല മാറ്റം സംഭവിക്കുന്നുണ്ട്. ശരത്ത് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം നിന്ന് ദേഷ്യപ്പെടുന്നു, അമ്മയോടും സഹോദരിയോടും വഴക്കുണ്ടാക്കുന്നു. മാത്രമല്ല എന്നും മദ്യപാനത്തിലാണ് ശരത്ത് വീട്ടിലേക്ക് കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ രേവതി കാണുന്നു ആ സമയത്തെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ശരത്തിനെ ഉപദേശിക്കുന്നുണ്ട്. ഇനി വെള്ളം അടിക്കരുത്, ഈ ഒരു കമ്പനിക്കൊന്നും പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ടെങ്കിലും ശരത്ത് നന്നാവുന്നില്ലേ. ശരത്ത് വീണ്ടും വീണ്ടും ആ പലിശക്കാരനുമായിട്ട് കമ്പനി കൂടി അവൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ്. മാത്രമല്ല രേവതിയുടെ അമ്മയും അനിയത്തിയും കൂടാതെ സച്ചിയും ശരത്തിനെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ സച്ചിക്ക് വേണ്ടിയിട്ട് ഒരു കെണി ശരത്ത് ഒരുക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം സച്ചിക്ക് ഒരു ഓട്ടം കിട്ടുന്നത് ബാറിലേക്കാണ് കേട്ടോ. കൂടെ സച്ചിയുടെ കൂട്ടുകാരനുണ്ടാവും, പിന്നെ അതുകൂടാതെ ഉന്നത ഉദ്യോഗസ്ഥരായ 2-3 പേരും ഉണ്ടാവും. ബാറിൽ ചെന്നതിന് ശേഷം ഇവർ സച്ചിയോടായിട്ട് കഴിക്കാൻ വരാനൊക്കെ ആയിട്ട് പറയുന്ന സമയത്ത് ഡ്യൂട്ടിയുടെ സമയത്ത് താൻ മദ്യപിക്കാറില്ലെന്നും ഈ ഒരു കാര്യം സാർ രാത്രിക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ വന്നേനെ എന്നൊക്കെ ഒരു തമാശ എന്ന രൂപേണ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചി ഇവരെ കൊണ്ടാക്കിയതിന് ശേഷം ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിക്ക് വേറൊരു കോള് വരുന്നത്. അതൊരു ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ തൻ്റെ സുഹൃത്തിനോടും തന്നെ ഓട്ടം വിളിച്ച ആ വ്യക്തിയോടും പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിക്കൊണ്ട് ബാറിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് അതിൻ്റെ ഉള്ളിൽ ശരത്തും ശരത്തിൻ്റെ ഫ്രണ്ട്സും ഉണ്ടാവും. സച്ചിയെ ബാറിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ ശരത്തും ശരത്തിൻ്റെ കൂട്ടുകാരന്മാരും നോട്ടിട്ട് വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം സച്ചി തൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു ഓട്ടം വന്നു എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് കൂട്ടുകാരൻ പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ വന്നല്ലേ ഒരു ബിയറൊക്കെ മേടിച്ച് കൈ പിടിച്ചു എന്ന് പറയും. എന്തായാലും ലോങ് ട്രിപ്പ് അത് വേണ്ടടാ, കാരണം അത് വേണ്ടടാ, ഓട്ടത്തിനിടയ്ക്ക് ഞാൻ കഴിക്കില്ല എന്ന് നിനക്കറിയാലോ. മാത്രമല്ല യാത്രക്കാരെ കൊണ്ട് പോകുന്ന വണ്ടിയിൽ ഇതുപോലെയുള്ള സാധനങ്ങൾ കയറ്റി വയ്ക്കുന്നതും അത്ര നല്ല സ്വഭാവമല്ല എന്നൊക്കെ സച്ചി പറയുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ശരത്ത് സച്ചിക്ക് ഒരുക്കുന്ന കെണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചി ബാറിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതും കൂട്ടുകാരൻ്റെ ഒപ്പം ഇരിക്കുന്നതും മദ്യക്കുപ്പിയിൽ കൈ പിടിക്കുന്നതും ഇതെല്ലാം തന്നെ ഫോട്ടോയിൽ പകർത്തിയാണ്. അതായത് സച്ചി ഒരു മുഴുക്കുടിയനാണെന്നും വെള്ളം അടിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നതും എന്ന് വരുത്തിക്കാനായിട്ട് ശരത്ത് ഒരുക്കുന്ന കെണിയായിട്ട് അങ്ങനെ ശരത്ത് വെച്ച കെണി നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ശരത്ത് ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു വീഡിയോ രൂപത്തിലാക്കിയാണ്, ഫോട്ടോ തന്നെ പക്ഷെ ഒരു വീഡിയോ എഡിറ്റിംഗ് പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. അവസാനം ഈ ഒരു വീഡിയോ വൈറലാവുകയും പിന്നീട് സച്ചി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു മുഴുക്കുടിയനായി തന്നെ സച്ചിയെ എല്ലാവരും കാണുകയും സച്ചി ആരും ഓട്ടം വിളിക്കാതെ വരികയുമായിട്ടുള്ള കുറച്ചധികം ഇമോഷണൽ ആയിട്ടുള്ള എപ്പിസോഡുകൾ ഇനി വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞത് നമ്മുടെ ചെമ്പനീർപ്പൂവിൻ്റെ റീമേക്കായ സിറകടിക്കും മാസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.